നമ്മളിത് ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ദൂരോട്ട് പോയില്ല. ഞാനും കുരുന്നനും മാത്രമേ ഉള്ളൂ. അന്നേരം ആയുഷ് ഇന്ന് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, വന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ഉത്സവത്തിൻ്റെ ക്ഷീണമൊക്കെ ആയിരിക്കും. അവരുടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു. നമ്മളത് ഈ ജെട്ടി കാണുന്നതിൻ്റെ ഇവിടെ നിന്ന് ഇച്ചിരി പോളമുണ്ട്. ഇവിടെ പൊക്കോ ഇവിടെ കുറേ പണികളുണ്ടെന്ന് ഇവിടെ ഉള്ളവർ രാവിലെ പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ. ഇതിനകത്ത് തെങ്ങും പിന്നെ വള്ളവ കുറ്റിയ, പിന്നെ ഈ ജെട്ടിയുടെ താഴെ വീഴെ പണ്ടത്തെ ജെട്ടി. ഈ ജെട്ടി കാരണം പണിതിട്ട് 30 വർഷമായെന്ന് പറഞ്ഞു. അന്നേരം അതിനും മുമ്പെങ്ങാണ്ടും ചെയ്ത ചെറിയ പഴയ ജെട്ടിയുണ്ട് ഇതിനടിയിൽ തന്നെ. അങ്ങ് കല്ല് ഏതാണ്ടൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഭാഗത്ത് വല വെച്ചു, നമ്മുടെ അടുത്താണ്. നമ്മളിവിടെ ഇങ്ങനെ വല വെച്ചിട്ടില്ല, ഇത് പൊക്കമായുണ്ട്. എന്തായാലും പണി ചെയ്യാൻ പോകും. എന്തായാലും ഇവിടുന്ന് കറക്കി കുത്തി അവിടെ വള്ളം താന്ന് കിടപ്പുണ്ടെന്നോ കുറ്റി ഉണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കരിമീൻ കയറി കൊത്തി നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ ഇതിനകത്തൊക്കെ പച്ച പിടിക്കാൻ നേരത്ത് അതേ കൊത്തി നിൽക്കും കരിമീനൊക്കെ. അന്നേരം കരിമീനും വേറെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. നമ്മുടെ നാട്ടിൽ വാള ഇപ്പം നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ 2 പേര് വരാൻ നേരത്ത് 500 രൂപ വെച്ചെങ്കിലും കിട്ടണമല്ലോ. ഇത് അത്ര വലിയ കടകരൊന്നുമല്ല, കുറച്ച് പോളയും കുറച്ച് കടകര. പിന്നെ ഈ ജെട്ടിയുടെ ഇതിനടി മീൻ നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇച്ചിരി മീൻ. പക്ഷേ ഇതിനകത്തുനിന്ന് ഒഴിച്ചെടുക്കുക വേണം. ഇതിൻ്റെ ഈ മീനെ തള്ളി അങ്ങ് കൊണ്ടുപോകുകയും വേണം. പണി തുടങ്ങാൻ പോവുക. പള്ള മാത്രം പിടിച്ചോണ്ടു, അത് പിടിച്ചോണ്ടു. ഇതിൻ്റെ താഴത്ത് കിടക്കുന്നതിൽ ഇച്ചിരി തെളിവുള്ള കച്ചിപ്പരലൊക്കെ മേള് വലിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു സെറ്റ് പണി കഴിഞ്ഞ് ഇതിനകം മൊത്തം നമ്മൾ വെട്ടി ഇതിനകം എല്ലാം തപ്പി വല അപ്പറയാക്കിയപ്പോൾ കുരുന്നന് ഒരു വാഴയുടെ കുഞ്ഞ് കിട്ടി. ഒരു നാടൻ വരാലിൻ്റെ അത്ര ഉള്ളു, ചെറിയൊരു വാഴക്കുഞ്ഞ്. എന്താ നമ്മുടെ പണി ഇതെല്ലാം വേണ്ട. ഇതൊരു സ്ലാവാണ്, ഇതിൻ്റെ താഴെ സ്ലാവുണ്ട്, ഇതിന് അടിയിൽ നോക്കി ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിനൊക്കെ നമ്മൾ ചവിട്ടി ഇറക്കി വര ഇവിടെ കൊണ്ടൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ കാണുന്ന പോലെ വേണം നമുക്ക് വെട്ടിക്കളയാൻ. നമ്മളിത് ഒതുക്കി പണം നമ്മളിത് അവിടെ കൊണ്ടുവച്ചു. ഇനി ഏകദേശം കുറച്ച് ഭാഗം കൂടിയുള്ളൂ. ആ സമയത്ത് എനിക്കും ഒരു കരിമീൻ കിട്ടി, കുരുന്നനും ഒരു കരിമീൻ കിട്ടിയിരുന്നത്. നമ്മളത് ഇവിടെ കെട്ടിയിടുന്നുണ്ട്. കരിമീൻ അത്ര വലുതല്ല, 2 കരിമീൻ. തീരെ ചെറിയ വള്ളത്തിൽ ഒരു 3-4 എണ്ണം കൈ കിട്ടുകയും ചെയ്താൽ ഞങ്ങൾ നേരെ അതിനകത്തോട്ട്. തീരെ ചെറുത്, നമ്മളിത് ഇത്രയേ ഉള്ളത്. നേരെ അകത്തോട്ടൊന്നും ചെറിയ വള്ളത്തിൽ 1-2 തട്ടുന്നുണ്ട്. ഈ ആദ്യം നമ്മൾ വലമൊക്കെ ഭയങ്കര തട്ടലും മുട്ടലൊക്കെ ആയിരിക്കുക. അവസാനം ചിലപ്പോൾ ആ തട്ടിയും മുട്ടിയും 5-6 കാണത്തുള്ളൂ, ചിലപ്പോൾ അധികമൊന്നും കാണത്തില്ലായിരുന്നു. പിന്നെ ഈ കല്ലിനടയ്ക്ക് ഒരു നല്ലൊരു മഞ്ഞക്കൂരി ഉണ്ടായിരുന്നു. കുരുന്നൻ തപ്പിയിട്ട് ചെയ്തിട്ട് അത് ഞെരുങ്ങിയിരിക്കുക. നമുക്ക് തലയ്ക്ക് പിടിക്കാൻ കൈ എത്തത്തുമില്ല. അതിൻ്റെ വാലിൻ്റെ ഒരു തുമ്പത്ത് കിട്ടുകയും ചെയ്തു. എന്നാൽ അതിനെ ഇളക്കിയിട്ടിട്ട് പുറത്തോട്ട് വരുന്നുമില്ല. അത് ചെരിയും. മിക്കവാറും അത് അവിടെ ഇരുന്ന് പോവും. ഇല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് എങ്ങനെയൊക്കെ ഇറങ്ങി വരും. ഇനിയിപ്പോൾ കുറച്ച് പോള കൂടിയുള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ബാക്കി ഇത് സകലമാന പോളയും നമ്മൾ തള്ളി ഇങ്ങോട്ട് വിട്ട്. നമുക്കത് 2 കരിമീൻ വെള്ളത്തിൽ നമുക്ക് അവിടെ നിന്ന് തപ്പി കിട്ടിയായിരുന്നു എനിക്ക്. പക്ഷെ നമ്മുടെ ഫോണൊന്നും ഇതൊന്നും ക്യാമറയൊന്നും എടുത്തില്ല, വെനീനകത്തിട്ടിരിക്കുക. എടാ ഇത് ഇവിടം വരെ വന്നടാ. കരിമീൻ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുമോ? മേടില്ല വെനീനകത്ത് കൈയിട്ട് പതുക്കെ എടുക്കുന്നത്. 2 എണ്ണം ഉണ്ട്, പുറത്ത് വിടില്ലേ? 2 ഒരെണ്ണം പിടി. ഒരെണ്ണം എന്ത് 2 എണ്ണം ഇരിപ്പുണ്ടോ? ഒരെണ്ണം അവിടെ പോയി. ഒരെണ്ണം തേണ്ടി വിട്ടിരിപ്പുണ്ട് എൻ്റെ കക്ഷത്ത്. അവിടെ ഇരിക്കുന്നത്. അയ്യാ, ഓ, മുതുകത്ത് മുള്ളു കൊണ്ടിട്ട് ഒരു രക്ഷയില്ല. നമ്മുടെ പണി ഏകദേശം പകുതിയും മുക്കാലും തീർന്നു, 90% കഴിഞ്ഞു. അത് നമുക്ക് വേറൊന്നും ഇറമ്പിൽ വന്നിട്ടൊന്നും കൈ തട്ടി കിട്ടിയൊന്നും ഇല്ല. നമ്മളിനി ഈ സൈഡൊന്ന് തപ്പി നേരെ മറിക്കുക. നമുക്ക് അവിടുന്ന് തപ്പി വരാം, ഇനി ഇവിടുന്ന് തപ്പി വരും. തീർച്ചയാ 2 ഉണ്ടോ? 2 ഇരിക്കുന്നു. കണ്ട അങ്ങോട്ട് കയറി സൈഡ്
തൂളി കണ്ടില്ല ഉണ്ട്. കുരുക്കണ്ട നീ ഉണ്ടോ നോക്കി കാരി കണ്ട ഒരു കാരി ഉടക്കി കിട്ടിയത്. കാരി കോരി ആകെ നമ്മുടെ പോളയെല്ലാം വാരി തീർത്തിട്ടുണ്ട്. ആ മുറിച്ചിട്ടിരിക്കടാ, തിരിച്ചിട്ടിരിക്കടാ. എത്ര ഒരു വാഗയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം കിട്ടും കുരുന്നിന് കിട്ടിയൊരു ചെറിയ വാഗ ഉണ്ടാവും. ഉണങ്ങി മറ്റേ ഉണക്കമീൻ പോലെ ആയിപ്പോയി. എന്ത് ചെയ്തു? ഇവിടെ നിന്നും കിടപ്പുണ്ട്. കാറ്റില്ല. നിൽക്കി ഇവിടെ താറ്റാണല്ലോ മറ്റേ. ഇവിടെ ഇവിടെ ഒതുക്കി തന്നെ കൂട്ടിയെടുക്കാ. ഉറക്കം തോന്നും. കൊഞ്ചും കുഞ്ഞുണ്ട്, ഞാൻ കണ്ടു. ചെളി ഓണം വരാൻ அப்படி തൽക്കാലം കടത്തിലോട്ടിടുക. కొంచెం ഒരു നാടൻ വരാനുണ്ട്. എൻ്റെ പോലെ
മറച്ചടാ. ഒരു ചെറുമീൻ, ഒരു ചെറുമീൻ, ഒരെണ്ണം. അത്ര വലുതല്ല. കലത്തി കിടക്കുന്നു. ആ വെള്ളത്തിൽ വേണ്ട വേണ്ട വെള്ളത്തിരുന്ന്. താത്തി കെട്ടിയിട്. മഞ്ഞക്കൂരി 4-5 എണ്ണം ഉണ്ടല്ലേ? ഇവിടെ കൊണ്ടിട്ട് നോക്കി, ഇനി ആറ്റി വല വെക്കാൻ പറ്റത്തില്ല. ചെറുമീൻ കിലോ 300 രൂപയ്ക്ക് കൊടുക്കുന്നത്. അതാ രണ്ടും കൂടി കിലോ 300 രൂപ ഇടാൻ പറഞ്ഞു. 300. രണ്ട് കിലോ ഉണ്ടോ? അത് 200 രൂപ തന്നാൽ മതി. 200 രൂപ തന്നാൽ മതി. ഇതങ്ങോട്ട് അങ്ങനെ വെച്ചാൽ ചാടിപ്പോരും. മഞ്ഞക്കൂരി കൊണ്ടിരുന്നല്ലേ? മഞ്ഞക്കൂരി തരാമോ? ഒരു മഞ്ഞക്കൂരി എന്തി ഇതിനകത്തില്ല. അതിനെടുത്തിട്ടുണ്ടാ ചത്തിട്ടില്ലേ ഇപ്പോഴും? നമ്മുടെ മീനെടുക്കണ്ടേ? ഇവിടെ കെട്ടിയിട്ടിരിക്കുക. ഇത് നോക്കി നമ്മുടെ വലയെല്ലാം താറ്റി കഴിഞ്ഞ് നമ്മൾ കുറച്ച് മീൻ കൊടുത്തു കേട്ടോ. ഇവിടെ ആ ചെറുമീനും ഒരു നാടൻ വരാലും കൂടി ഒരാൾക്ക് ഒരു ടീമിന് കൊടുത്ത്, പിന്നെ ഒരാൾ വന്ന് മഞ്ഞക്കൂരി ചോദിച്ചു. ആ ബാക്കി ഉണ്ടായിരുന്ന മഞ്ഞക്കൂരി, കുറച്ച് തൂളി, ഒരു തിലോപ്പിയൊക്കെ ആയിട്ട് പുള്ളിക്കും കൊടുത്ത്. ഇനി നമ്മുടെ കയ്യിലുള്ള മീനെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കരിമീനുമുണ്ട്, തൂളിയുണ്ട്, വാഹയുണ്ട്, കാരണം കൊഞ്ചുണ്ട്. കാണിച്ചു തരാം. നമുക്ക് കിട്ടിയ മീനായത്. അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.